ഹായ്, ഇന്നത്തെ കാലത്ത് ഒരു വെബ് ഡെവലപ്പർ ആകാൻ അവസരങ്ങൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വെബ് ഡെവലപ്പർ ആകാൻ എടുക്കേണ്ട എഫേർട്ട് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇതിന് പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വെബ് ഡെവലപ്മെൻറ്റായിട്ട് ഒരുപാട് ടെക്നോളജീസും ടൂൾസും ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും അഡ്വാൻസ്മെന്റ് കാരണം ഈ ടെക്നോളജീസിലും ടൂൾസിലും വരുന്ന പെട്ടെന്നുള്ള മാറ്റം തന്നെയാണ്. പണ്ട് നമ്മൾ വെബ് ഡെവലപ്മെന്റിനെ 3 ബേസിക്കലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ലൈക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ള രീതിയിൽ. എന്നാൽ ഇന്നിപ്പോൾ സെർവർ സൈഡ് ഫ്രെയിംവർക്ക്, സെർവർലെസ് ഫ്രെയിംവർക്ക്, സെർവർ സൈഡ് റെൻഡറിംഗ് ഫ്രെയിംവർക്ക്, സെർവർലെസ് ഫങ്ഷൻസ്, പിന്നെ ടൂൾസ് എല്ലാം കാരണം ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറഞ്ഞു വരികയാണ്. ഈ ഒരു സാഹചര്യം വെബ് ഡെവലപ്പർ ആഗ്രഹിക്കുന്ന ഏതൊരാളും, വെബ് ഡെവലപ്മെന്റ് കരിയർ കെട്ടിപ്പടുക്കാൻ ഏതൊരാളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെബ് ഡെവലപ്മെന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള സ്പെസിഫിക് നിഷ് ഏരിയാസിലാണ്. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള നിഷ് കാറ്റഗറീസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ ബാക്കി വീഡിയോകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ആയിരിക്കും. കാരണം ഈ വീഡിയോയിൽ വെബ് ഡെവലപ്മെന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 10 നിഷും അതിന് പറ്റുന്ന ടൂൾസും അതിന്റെ സ്കോപ്പും ഒക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ടൂൾസും എല്ലാ ടെക്നോളജീസും പഠിച്ച് മാസ്റ്റർ ആകുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. എഡ്യൂലേണിന്റെ എയിം ചെയ്യുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ IT കരിയർ നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can connect with us at 974621123. So once again, I'm Sahir. Welcome to the new video learning. വെബ് ഡെവലപ്മെന്റ് ആകാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ജോബ് റോളാണ് UI/UX. ഈ റോള് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വെബ് ഡെവലപ്മെന്റ് റോളല്ല, മറിച്ച് ക്രിയേറ്റിവിറ്റി കൂടി വേണ്ട ഒരു ജോബ് റോളാണ്. ഇത് ഡെവലപ്മെന്റിനേക്കാൾ കൂടുതൽ വെബ് ഡിസൈനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. UI/UX എന്ന് പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ എങ്ങനെയാണ് വെബ്സൈറ്റ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ ലുക്ക്, ഫീല്, ഫംഗ്ഷനാലിറ്റി എല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിലൂടെ വിഷ്വൽ അപ്പീലിംഗും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് കോഡിംഗ് പാടാണ്, കോഡിംഗ് ഇല്ലാത്തൊരു ടെക് ജോബ് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ UI/UX നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾ ആയിരിക്കും. പക്ഷേ ഈ ജോബ് റോളിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റിയും ഡിസൈൻ സെൻസും കളർ സെൻസും ഒക്കെ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു UI/UX ഡെവലപ്പർ ആണെങ്കിൽ വിഷ്വൽ ഹൈറാർക്കി, ടൈപ്പോഗ്രാഫി, വൈറ്റ് സ്പേസ് എന്നിവയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു വെബ് ഡെവലപ്പർ അറിഞ്ഞിരിക്കേണ്ടത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അല്ല, മറിച്ച് ഫിഗ്മ, ഇൻവിഷൻ പോലത്തുള്ള ടൂൾസ് ആണ്. നിങ്ങൾക്ക് HTML CSS കൂടി അറിയാമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡെവലപ്പറിന്റെ ആംഗിളിൽ നിന്ന് കൂടി ചിന്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് ബിൽഡ് ചെയ്യാനും ഇത് സഹായിക്കും. രണ്ടാമത്തെ ജോബാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ. ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ സിംഗിൾ പേജ് ആപ്പ് ഡെവലപ്പർ എന്ന് ചില കമ്പനിയിൽ പറയാനുണ്ട്. ഇവിടെ പ്രധാന ജോബ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈംസ് റീലോഡ് ചെയ്യാതെ സിംഗിൾ ടൈം സെർവറിൽ സേവ് ചെയ്യുന്ന തരത്തിലുള്ള സെർവർ സൈഡ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫ്രെയിംവർക്ക്സ് ആയ റിയാക്ട്, വ്യൂവോ, ആംഗുലറോ ഒക്കെയാണ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രെയിംവർക്ക് മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ HTML CSS അറിഞ്ഞിരിക്കുക എന്നത് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് റിയൽ ടൈം പ്രൊജക്ട്സ് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ you can connect with us at 974621123. നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വ്യൂസ് ആൻഡ് കമ്പോണൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ക്ലയന്റ് സൈഡ് മാപ്പിങ്ങിനെ കുറിച്ച് അറിയുക, ക്ലയന്റ് സൈഡ് റൂട്ടിംഗ് ചെയ്യുക, സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പഠിക്കുക, റിഡക്സ് യൂസ് ചെയ്യാൻ പഠിക്കുക, ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവണമെങ്കിൽ APIസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി അറിഞ്ഞിരുന്നാൽ ബെറ്റർ ആയിരിക്കും. മൂന്നാമത്തെ ജോബ് റോളാണ് സെർവർ സൈഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ക്ലയന്റ് സൈഡ് റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ചിട്ട് സെർവർ സൈഡിൽ റിക്വസ്റ്റിന് റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ കോഡ് ജനറേറ്റ് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ടെക്നോളജീസ് ഉപയോഗിക്കാം. PHP, Laravel ഉണ്ട്, Java, Spring Boot ഉണ്ട്, Python, Django ഉണ്ട്, ഈവൻ JavaScriptൽ Node.js ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി ടെക്നോളജീസിനായിട്ട് അവൈലബിൾ ആണ്. എന്നിരുന്നാലും കറണ്ട് സ്കോപ്പ് കൺസിഡർ ചെയ്തിട്ടും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ജാവാസ്ക്രിപ്റ്റും പൈത്തണും ആണ്. ഡേറ്റാബേസിനെ കുറിച്ച്, ഒബ്ജക്ട് റിലേഷൻ മോഡൽ മാപ്പിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ബെറ്റർ ആയിരിക്കും. സോ PostgreSQL, MySQL, MongoDB പോലുള്ള ഡേറ്റാബേസിനെ കുറിച്ചുള്ള നോളജ് ഉള്ളത് ബെറ്റർ ആയിരിക്കും. നാലാമത്തെ ജോബ് റോളാണ് API അല്ലെങ്കിൽ മൈക്രോ സർവീസ് ഡെവലപ്പർ എന്ന് പറയും. ഇത് ഒരു തരത്തിലുള്ള ബാക്ക് എൻഡ് ഡെവലപ്പർ ജോബ് റോൾ തന്നെയാണ്. ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് APIs ഡെവലപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ സർവീസസ് ആർക്കിടെക്ട് മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇത്തരം ഡെവലപ്പേഴ്സ് പ്രധാന ജോബ് എന്ന് പറയുന്നത് സ്കെയിലബിൾ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്മോൾ ആൻഡ് ഇൻഡിപെൻഡന്റ് സർവീസസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. API അല്ലെങ്കിൽ മൈക്രോ സർവീസസ് ഡെവലപ്പർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സെർവർ സൈഡ് ലാംഗ്വേജും
മൈക്രോ സർവീസസ് പാറ്റേൺസും പ്രിൻസിപ്പിൾസ്, ദെൻ ലോഡ് ബാലൻസിങ്, സർവീസ് ഡിസ്കവറി, ഫോൾസ് ടോളറൻസ് എന്നിവയെ കുറിച്ചൊക്കെയുള്ള നോളജ് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ ജോബ് റോളാണ് ഡെവോപ്സ് എഞ്ചിനീയർ. ഡെവോപ്സ് ഡെവലപ്മെന്റ് ഓപ്പറേഷൻസും എന്നാണ് ഡെവോപ്സ് മീൻ ചെയ്യുന്നത്. ഒരു ആപ്ലിക്കേഷന്റെ ഡിപ്ലോയ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനാണ് ഡെവോപ്സ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡെവോപ്സ് ഡെവലപ്പറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഡേറ്റാബേസ്, സെർവേഴ്സ് എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത്. ഒരു ഡെവോപ്സ് ഡെവലപ്പറായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് ഏതെങ്കിലും ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സിനുള്ള നോളജാണ്, ലൈക്ക് AWS, GCP അല്ലെങ്കിൽ അഷ്യൂർ പോലുള്ളവയിൽ. ഒരു ഡെവോപ്സ് ഡെവലപ്പർ പ്രധാന ജോലിയാണ് ടെറാഫോം, സെർവർലെസ് ഫങ്ഷൻസ്, CI/CD പൈപ്പ്ലൈൻസ് ബിൽഡ് ചെയ്യുക, GitHub ആക്ഷൻസ് ആൻഡ് ജെൻകിൻസ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലൗഡ് പ്രൊവൈഡേഴ്സിന് പുറമെ ഡോക്കർ ആൻഡ് കുബർനെറ്റീസ് നോളജ് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ആയിരിക്കും. ആറാമത്തെ ജോബ് റോളാണ് മൊബൈൽ ഡെവലപ്പർ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ മൊബൈൽ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് മൊബൈൽ ഡെവലപ്മെന്റ് മേഖല എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പലർക്കും ഒരു വെബ്സൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കൂടി ഒരു നല്ല തരത്തിലൊരു മൊബൈൽ ആപ്പ് പല കമ്പനീസും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള മൊബൈൽ ഡെവലപ്പേഴ്സ് ഉള്ളത്. ഒന്ന് നേറ്റീവ് ആപ്പ് ഡെവലപ്പേഴ്സ്, ഇവർ iOS, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിൽ മാത്രം റൺ ചെയ്യുന്ന തരത്തിലുള്ള മൊബൈൽ ആപ്സ് ഡെവലപ്പ് ചെയ്യുന്നവരാണ്. അവർക്ക് ആൻഡ്രോയിഡിനകത്തുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും iOS വേണ്ടിയിട്ട് സ്വിഫ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് അവർ യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ളവരാണ് ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്പേഴ്സ്. ഇന്നിപ്പം നേറ്റീവ് ഡെവലപ്പേഴ്സിനെക്കാട്ടി കൂടുതൽ സ്കോപ്പ് ഉള്ളത്, കമ്പനീസിൽ ഓപ്പണിംഗ് ഉള്ളതും ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്പേഴ്സിനാണ്. ഇവർക്ക് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് റിയാക്ട് നേറ്റീവിലോ ഫ്ലട്ടറിലോ ഒക്കെ ആയിരിക്കും. ഇവരുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻഡ്രോയിഡിലും iOSലും റൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിലൂടെ കമ്പനിക്ക് ഒരുപാട് സമയവും റിസോഴ്സും ഒക്കെ സേവ് ചെയ്യാൻ കഴിയും. ഏഴാമത്തെ ജോബ് റോളാണ് വെബ് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്. ഇവരുടെ പ്രധാന ജോബ് റോളാണ് വെബ്സൈറ്റിനെയും വെബ് ആപ്ലിക്കേഷനെയും സൈബർ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് ഐഡന്റിഫൈ ഫിക്സ് ചെയ്യുകയും ചെയ്യേണ്ടതെന്നൊക്കെ. ഇവർ പഠിക്കേണ്ടത് വെബ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ആയ SQL ഇഞ്ചക്ഷൻ, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, സെക്യൂരിറ്റി ഓഡിറ്റിംഗ്, പിന്നെ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്നിവയെ കുറിച്ചൊക്കെയാണ്. ഇവർ ഇതിനായിട്ട് അറിഞ്ഞിരിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ ബർപ്സ്യൂട്ട്, OWASP, ZIP തുടങ്ങിയ ടൂൾസ് ആണ്. എട്ടാമത്തെ ജോബ് റോളാണ് വെബ് ഗെയിം ഡെവലപ്പർ എന്ന് പറയുന്നത്. ഇവർ വെബ്സൈറ്റിൽ റൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഇവർ ഇതിനായിട്ട് ജാവാസ്ക്രിപ്റ്റും വേറെ ടെക്നോളജീസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനപ്പുറം ഗെയിം ഫിസിക്സും ഡിസൈൻ പ്രിൻസിപ്പിൾസും ഗെയിം ലോജിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം. ഇവർ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് യൂണിറ്റിയും ഫേസർ ഗെയിം എഞ്ചിനും. ഈ ഡെവലപ്പറിന്റെ വേറെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത് ക്രോസ് ബ്രൗസർ ഡിവൈസ് കോമ്പാറ്റിബിലിറ്റിയും പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ഒക്കെയാണ്. ഒമ്പതാമത്തെ ജോബ് റോളാണ് AR or VR ഡെവലപ്പർ. ഓഗ്മെന്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി എന്നാണ് AR VR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ വരുന്ന ഭാവിയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു മേഖലയാണ് AR VR ഡെവലപ്പർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഫേസ്ബുക്ക് $1 ബില്യൺ, അതായത് 8,500 കോടി രൂപയോളാണ് AR VR ഡെവലപ്മെന്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വരുന്ന കാലഘട്ടത്തിൽ അതിന്റെ സ്കോപ്പ് വളരെയധികം വർദ്ധിക്കത്തേ ഉള്ളൂ. റിയൽ വേൾഡും ടെക്നോളജി വേൾഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഇതിനായിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ടത് AR കിറ്റ്, AR കോർ, വെബ് VR തുടങ്ങിയ ടൂൾസിനെ കുറിച്ചാണ്. ഇവർക്ക് വെബ് ഡെവലപ്മെന്റ് മാത്രം അറിഞ്ഞാൽ പോരാ, മറിച്ച് 3D മോഡലിംഗും സ്പേഷ്യൽ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. പത്താമത്തെ ജോബ് റോളാണ് ഇ-കൊമേഴ്സ് ഡെവലപ്പേഴ്സ്. പേര് പോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും ഇ-കൊമേഴ്സ് ഡെവലപ്പേഴ്സ്. ഇവർ ഓരോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഇതിനായിട്ട് അവർ ഷോപ്പിഫൈ, വേർഡ് പ്രസ്, വൂകൊമേഴ്സ് പോലുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് എൻറ്റയർ ഒരു കമ്പനിയുടെ ഇ-കൊമേഴ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ലൈക്ക് ലോജിസ്റ്റിക്സ്, പേയ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, കസ്റ്റമർ മാനേജ്മെന്റ് തുടങ്ങിയവ എല്ലാം ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇവർ ബിൽഡ് ചെയ്യാൻ എക്സ്പെർട്ടീസ് ആയിട്ടുള്ളവർ. സോ ഈ കണ്ട 10 നിഷ് ഏരിയകളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ ഏതാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ ഏത് പഠിച്ചാൽ കൊള്ളാം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.